ഇന്നത്തെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമ്മൾ തലശ്ശേരി തേങ്ങാമുറിയുടെയൊക്കെ കാണാനൊക്കെ അതുപോലെയാണെങ്കിലും ടേസ്റ്റിലൊക്കെ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളതും നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ തേങ്ങാമുറിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങിന് നല്ലതുപോലെ തന്നെ നമ്മൾ ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. വലുതൊക്കെ ആണെങ്കിൽ പകുതി തന്നെ ധാരാളമാണ് കേട്ടോ. ഒരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ ചെയ്യില്ലേ, നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കില്ലേ, സവാളയിൽ നിന്നുള്ള ആ ഒരു നീരൊക്കെ ഇറങ്ങി വരുന്ന രീതിയിൽ, അതുപോലെ കൈ വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് തിരുമ്മിയെടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് മല്ലിയില നമുക്കിതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അടുത്തതായിട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. മസാല കൂട്ടൊക്കെ നന്നായിട്ട് മിക്സായി ഇത് ശരിക്കും നല്ല നമുക്കൊരു കുഴച്ചെടുക്കാൻ പറ്റുന്നൊരു പാകത്തിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി സ്റ്റൈലിൽ ചെയ്യുന്നതാണെങ്കിൽ ഇതിനകത്ത് ചാട്ട് മസാല പൗഡർ, പിന്നെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ഇതിനകത്ത് ചെറുനാരങ്ങ നീരൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട് പൊടികളുടെയൊക്കെ കാര്യത്തിൽ. ഇത് നമ്മുടെ ഒരു മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലോട്ടേക്ക് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലശ്ശേരി തേങ്ങാമുറിയൊക്കെ ചെയ്യുമ്പോൾ വഴറ്റി എടുത്തിട്ടൊക്കെ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. മസാല റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 പുഴുങ്ങിയ മുട്ട, 2 എണ്ണം മാത്രം ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. 4 എണ്ണം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഒരു പീസ് കഴിക്കുമ്പോഴത്തേക്കന്നെ നമുക്ക് വയറ് നിറയാൻ പാകത്തിനുണ്ടാകും. അപ്പോൾ പുഴുങ്ങിയ മുട്ട 2 പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ടയാണെങ്കിൽ ഈ ഒരു മസാലക്കൂട്ട്, 2 അല്ല നമുക്ക് ഒരു 3 മുട്ട വരെ ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫില്ലിങ്സ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ. ഞാനിപ്പോൾ അത്യാവശ്യം നമ്മൾ ആ മുട്ടയുടെ ആ ഒരു തിക്നെസ്സിൽ തന്നെ ഈ ഒരു സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു മുട്ടയുടെ ഒരു ഫില്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഫില്ലിങ്സ് നന്നായിട്ട് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് റെഡിയായി കിട്ടുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാട്ട് മസാലയുടെയൊക്കെ ഒരു ഫ്ലേവറിൽ ഇഷ്ടമാണെങ്കിൽ, ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് മല്ലിപ്പൊടിയും കുറച്ച് ചാട്ട് മസാല പൗഡറും അതുപോലെ തന്നെ മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാറ്ററാണ്. 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കടലപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, മൈദ ഒന്നും ഉപയോഗിക്കുന്നില്ല. 1/2 കപ്പ് കടലപ്പൊടിയിലോട്ടേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇത്തിരി ഉപ്പ്, ഈ ഒരു ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ആദ്യമേ തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, കൂടുതലായിട്ട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. അതായത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ ശരിക്കും ഒന്ന് നല്ല കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ ആ കട്ടയൊക്കെ വരുന്ന രീതിയിലുള്ളത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മിക്സാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇതിലൊരു 2 നുള്ള് അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒരു 2 നുള്ള് മാത്രം ചേർത്താൽ മതി. ബേക്കിംഗ് സോഡ കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഒരു തവണ ഞാൻ 2 എണ്ണം വരുന്ന രീതിയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഉള്ളിൽ ആ മുട്ടയും അതുപോലെ തന്നെ ആ ഒരു ഫില്ലിങ്സൊക്കെ കൂടി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാമുറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ കബാബ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.